സങ്കീർത്തനം 46:10 വചനം പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഹൃദയ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിക്കേ. നമ്മുടെ കുടുംബത്തെ പ്രതിയുള്ള ചില ഭാരങ്ങൾ, ഇതൊക്കെ ആകാം ഈ ആരാധന സമയത്തും നിന്റെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിന്റെ തന്നെ വ്യക്തിപരമായ ചില വേദനകൾ, സംഘർഷങ്ങളൊക്കെ ആകാം. മോളെ ഒന്ന് ശാന്തമായിക്കേ. മോനും നിന്റെ ഹൃദയം ഒന്ന് ശാന്തമാക്കിക്കേ. പറ്റണില്ലേ? തമ്പുരാനോട് പറ, തമ്പുരാനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും എൻ്റെ ഹൃദയം ഒന്നും ശാന്തമാക്കാൻ പറ്റണില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടില്ലേ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല, ആത്മാവാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതെന്ന്. നമുക്കറിയാത്ത കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ആത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവിന്റെ സഹായം തേടുക എന്നുള്ളത്. തമ്പുരാൻ ഈ നിമിഷം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എനിക്ക് എൻ്റെ മനസ്സ് ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കാൻ പറ്റണില്ല. തമ്പുരാനോട് പറ, പ്രാർത്ഥനയിൽ ദൈവത്തോട് പറ, എനിക്ക് പറ്റണില്ല ദൈവമേ, എൻ്റെ ഹൃദയം ഒന്ന് ശാന്തമാക്കാൻ, എൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കാൻ എനിക്ക് പറ്റണില്ല. ആത്മാവ് നിന്നെ സഹായിക്കും. അപ്പസ്തോലന്മാരെ, വിശുദ്ധരെ, രക്തസാക്ഷികളെ സഹായിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കും. നിത്യസഹായകനാണ് അവൻ. അതങ്ങോട്ട് വിശ്വസിക്കും. ഇപ്പൊ തലയ്ക്കകത്ത് കിടക്കുന്ന പലതും നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നല്ലേ, അമിത സങ്കടങ്ങൾ നിന്റെ ജീവിതത്തിൽ ജനിപ്പിക്കുന്നല്ലേ. എന്നാൽ നിന്റെ കൂടെ വസിക്കുന്ന ഒരാത്മാവുണ്ടെന്ന് ഒന്ന് വിശ്വസിക്കുന്ന, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം നിക്ഷേപിച്ച ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന്. അതിനാൽ നീ അറിയുന്നു ദൈവം നിന്നിലും നീ ദൈവത്തിലും വസിക്കുന്നുവെന്ന്. കാരണം ഈ ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ്. അങ്ങോട്ട് വിശ്വസിച്ചു. നിന്റെ നെഞ്ചിന്റെ സകല വേദനകളും നൊമ്പരങ്ങളും അറിയുന്ന ഒരു ദൈവം നിന്റെ ചാരത്തന്നെയുണ്ട്. ഇട്ടിട്ടെങ്ങും പോയിട്ടില്ല, അവൻ നിനക്ക് തുണയായിട്ടുണ്ട്. നിന്റെ സങ്കടങ്ങളെല്ലാം അറിയുന്നവൻ ഇയാൾ താരയിലുണ്ട്. തമ്പുരാനെ, നീ ഉള്ളതാണ് എനിക്കൊരാശ്വാസം, നീ മാത്രമാണ് എൻ്റെ ആശ്വാസം. എൻ്റെ വേദനകൾ നീയെങ്കിലും അറിയുന്നുണ്ടല്ലോ, എൻ്റെ സങ്കടങ്ങൾ നീയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ കടന്നു പോകുന്ന എൻ്റെ സ്വകാര്യ ജീവിതത്തിന്റെ ഭാരം തമ്പുരാനെ നീയെങ്കിലും അറിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിനുള്ള ഏകാശ്വാസം. തമ്പുരാനെ, എൻ്റെ വേദനകളും എൻ്റെ സങ്കടങ്ങളും എല്ലാം മറന്നൊന്ന് കരയാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എൻ്റെ ജങ്കുപൊട്ടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തമ്പുരാനെ ഇന്ന് നീ മാത്രമേ എനിക്കുള്ളൂ. വേറെ ആരും എൻ്റെ കൂടെ ഇല്ല, വേറെ ആരുമില്ല എന്നെ ഒന്ന് ശ്രവിക്കാൻ പോലും. ഞാൻ ഏകാഗിയാണ്, ഞാൻ ഒറ്റപ്പെട്ടവളാണ്. ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. ഓ ദൈവമേ, നിന്റെ സ്നേഹത്താൽ ഈ മക്കളെ വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് നിന്റെ മനസ്സിൻ്റെ എല്ലാ വേദനകളും, നിന്റെ നെഞ്ചിൻ്റെ സകല ഭാരവും ഇറക്കി വയ്ക്കുക. ഈശോ ഉണ്ടെന്ന് നിന്നെ കാണാൻ, ഈശോ ഉണ്ടെന്ന് നിന്നെ കേൾക്കാൻ, ഈശോ നിന്റെ കൂടെയുണ്ടെന്നേ. ഇത് മാത്രമാണ് മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും, വേറൊന്നുമില്ല. അത് പോയാ പോയി. ദൈവം നമ്മോട് കൂടെയുണ്ടെന്നും നമ്മോട് കൂടെ ഇറങ്ങി വസിച്ചവനാണ് നമ്മുടെ ദൈവമെന്ന് ചങ്കിൽ എഴുതിയിട്ടില്ലെങ്കിൽ തകർന്നു പോകും, നമ്മൾ പതറിപ്പോകും, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എഴുതട്ടെ, സങ്കീർത്തനം 46:1 വചനം നിന്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യട്ടെ. ദൈവമേ, നീയാണ് എൻ്റെ അഭയം, എൻ്റെ ശക്തി. എൻ്റെ കഷ്ടതകളിൽ നീ എനിക്ക് സുനിശ്ചിതമായ തുണയാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഹൃദയം കൊണ്ട് നിന്റെ വേദനകളും സങ്കടങ്ങളെല്ലാം ഈശോയുടെ പറ. നിന്റെ ഭാരമെല്ലാം ഇറക്കി വെക്കുക. നിന്റെ കണ്ണുനീര്, നിന്റെ കണ്ണ് നിറഞ്ഞോട്ടെ. നീ കരയാൻ തോന്നുന്നെങ്കിൽ കരഞ്ഞോ. തമ്പുരാന്റെ മുമ്പിലല്ലേ, നിന്റെ തമ്പുരാന്റെ കൂടെയല്ലേ, നിന്റെ ഈശോയുടെ മുമ്പിലല്ലേ നീ കരയുന്നേ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരം ഇറക്കി വെച്ച് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിന്റെ നടുവിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ നൊമ്പരങ്ങളുടെ നടുവിൽ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ നിനക്ക് ആരാധന, 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 ആരാധന. നെഞ്ചിന്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. നെഞ്ചിന്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധേ മാത്രമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധേ മാത്രമേ. നെഞ്ചിൻ്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധേ മാത്രമേ. ആരോട് ചൊല്ലിടും എൻ്റെ ഈ ദുഃഖങ്ങൾ? ആരവയുൾക്കൊണ്ടിടും? ആരോട് ചൊല്ലിടും എൻ്റെ ഈ ദുഃഖങ്ങൾ? ആരവ ഉൾക്കൊണ്ടിടും? ആരോടും ആരോടും പറയാത്തതൊക്കെയും നിന്നോട് ചൊല്ലിടാം ഞാൻ. ആരോടും ആരോടും പറയാത്തതൊക്കെയും നിന്നോട് ചൊല്ലിടാം ഞാൻ. നെഞ്ചിൻ്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം മറന്നൊന്ന് കരയുവാനുള്ളത് നിൻ സന്നിധേ മാത്രമേ. സ്നേഹിതരെന്നു ഞാൻ കരുതിയോരൊക്കെയും ശത്രുക്കളായിരുന്നു. സ്നേഹിതരെന്നു ഞാൻ കരുതിയോരൊക്കെയും ശത്രുക്കളായിരുന്നു. എല്ലാം പൊറുക്കുവാൻ ഓതിയ നിൻമുഖം ഉള്ളിൽ തെളിഞ്ഞിടട്ടെ. എല്ലാം പൊറുക്കുവാൻ ഓതിയ നിൻമുഖം ഉള്ളിൽ തെളിഞ്ഞിടട്ടെ. നെഞ്ചിൻ്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധേ മാത്രമേ. നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്ന് കരയുവാനുള്ളത് നിൻ സന്നിധേ മാത്രമേ. നിൻ സന്നിധേ മാത്രമേ. സന്നിധേ മാത്രമേ. മുട്ടുകുത്താം. ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൽ ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാൻ ദൈവം അനുവദിച്ചതിന് നന്ദി പറഞ്ഞ് ആനന്ദമായ സ്നേഹത്തിൽ ആശ്രയിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന, യേശുവേ